അബ്രഹാമിന്റെ കാര്യത്തിലാണേലും കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള നഗരത്തിനായി കാത്തിരുന്നു. ശിഷ്യന്മാരോട് യേശു തൻ്റെ അവസാന സമയങ്ങളിൽ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പ്രത്യാശ കൊടുത്തിട്ടാണ് യേശു പോയത്. പഴയ നിയമ വിശുദ്ധന്മാരും അത് കാത്തിരുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമാണ്. അത് പൗലോസ് പറഞ്ഞല്ലോ, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം വിട്ടൊഴിഞ്ഞാലും കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അത് ഉണ്ടായിരിക്കാം, ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനല്ല. കൈപ്പണിയല്ലാത്ത നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഞങ്ങൾ കാഴ്ചയാലല്ല ജീവിക്കുന്നത്, വിശ്വാസത്താലാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, നോഹയുടെ കാലം പോലൊരു കാലത്തിൽ ജീവിക്കുമ്പോൾ, ലോത്തിന്റെ കാലം പോലൊരു കാലത്തിൽ ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുമ്പോൾ കൈവിടപ്പെട്ടു പോകാതെ, ഈ 10 കന്യകമാരുടെ ആ സംഭവം യേശു പറയുമ്പോൾ 10 പേര് വിളക്കിനോടുകൂടെ എണ്ണയും എടുത്തു. അവർ മണവാളന് വേണ്ടി കാത്തിരുന്നു. 5 പേര് കാത്തിരുന്നു, ബാക്കി 5 പേര് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആത്മീയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, ഒരു സാഹചര്യം കണ്ടുകൊണ്ടോ, ഒരു വ്യക്തികളെ കണ്ടുകൊണ്ടോ, ഒരു ഇൻസിഡന്റ് കണ്ടുകൊണ്ടോ ഡൗൺ ആയി പോകാതെ, ആത്മീയ ഉറക്കത്തെ വിട്ട് എഴുന്നേറ്റ് ആ ഒരു ഉണർവ് പ്രാപിച്ച്, എണ്ണയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് അടയാളമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് മണവാളനായ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, തന്നെ കാത്തിരിക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവൻ വീണ്ടും മടങ്ങി വരും.